നമസ്കാരം. ഒരു ഓഫ്സെറ്റ് അക്കൗണ്ടും റീഡ്രോ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ച് കുറേ പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിൽ. നിങ്ങളുടെ ഹോം ലോൺ $5 ലക്ഷം വിചാരിക്കുക. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് 30 വർഷത്തേക്ക് ഓരോ മാസവും റീപേയ്മെൻറ്റ് വരുന്നത് ഏകദേശം $3000. ഇനി ഇൻട്രസ്റ്റ് റേറ്റിന് കാര്യമായ മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ 30 വർഷം തന്നെ എടുക്കും ഈ ലോൺ അടച്ചു തീരാൻ. ഈ ലോൺ അടച്ചു തീർക്കാൻ ബാങ്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരികയാണ്. ഓപ്ഷൻ നമ്പർ 1 റീഡ്രോ ഫെസിലിറ്റി. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു $50,000 ഇങ്ങോട്ട് കൊണ്ടുവന്നു, നിങ്ങളുടെ ഈ ഹോം ലോണിലേക്ക് റീഡ്രോ ഫെസിലിറ്റി വഴി ഇട്ടു. അപ്പോൾ നിങ്ങളുടെ ഹോം ലോണിൻ്റെ മൊത്തം എമൗണ്ട് $4,50,000 കുറയുകയാണ്. എന്നാൽ ഈ പണം തന്നെ നിങ്ങൾ ഒരു ഓഫ്സെറ്റ് അക്കൗണ്ടിലാണ് ഇടുന്നതെങ്കിൽ അത് വേറൊരു അക്കൗണ്ടാണ് ലോണുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ ഹോം ലോൺ $5 ലക്ഷം തന്നെ തുടരുന്നു. എന്നാൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് $4,50,000 മാത്രമാണ്. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും നമ്മുടെ റീഡ്രോയിൽ ഒരു $2 ലക്ഷം ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തമുള്ള ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം മൈനസ് 2 ലക്ഷം $3 ലക്ഷം മാത്രമാണ്. പക്ഷേ $2 ലക്ഷം റീഡ്രോ ആയിട്ട് അവൈലബിളുമാണ്. ഈ $2 ലക്ഷം എടുത്ത് നമ്മൾ പുതിയ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ പഴയ വീടാണ്, പുതിയ വീട് നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടാക്സിൻ്റെ സമയം വരുമ്പോൾ ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള $2 ലക്ഷം നിങ്ങൾക്ക് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ റീഡ്രോയിലുള്ള ആ പൈസ എടുത്ത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലുള്ള പൈസയാണ്. ഇപ്പം ആ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്, പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചത്. കാർ വാങ്ങുക, അല്ലെങ്കിൽ വീട് പണിയുക, സ്വന്തം താമസിക്കാനുള്ള വീട് പണിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണൽ യൂസാണ്. അതുകൊണ്ട് ഇത് ടാക്സ് ഡിഡക്റ്റബിൾ അല്ലതാണ്. എന്നാൽ ഈ $2 ലക്ഷം നിങ്ങളൊരു ഓഫ്സെറ്റ് അക്കൗണ്ടിലാണ് ഇട്ടിരുന്നതെങ്കിൽ ഈ പണം നിങ്ങൾക്ക് പുതിയ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങളുടെ പഴയ വീടിൻ്റെ ലോൺ അത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ലോൺ $5 ലക്ഷം മാറുകയും ചെയ്തു. അതിൻ്റെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ടാക്സിൽ ക്ലെയിം ചെയ്യാനും പറ്റുമായിരുന്നു. ഇവിടെ റീഡ്രോ അക്കൗണ്ട് ഉപയോഗിച്ച ആൾക്ക് വന്നൊരു വലിയൊരു നഷ്ടം എന്ന് വെച്ചാൽ $2 ലക്ഷം ഇൻട്രസ്റ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റിയൊരു എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ 6% വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $12,000 പുള്ളിക്ക് നഷ്ടം വന്നിരിക്കുകയാണ്. ഇത് ടാക്സിൽ ക്ലെയിം ചെയ്യാനും പറ്റിയില്ല. ഈ എമൗണ്ടിന് അഡീഷണലായിട്ട് അയാൾ ടാക്സ് കൊടുക്കേണ്ടിയും വരുന്നു. ഇതാണ് വലിയ നഷ്ടം. നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ടെങ്കിൽ ഓഫ്സെറ്റ് അക്കൗണ്ടാണ് എപ്പോഴും നല്ലത്. റീഡ്രോയുടെ കുഴപ്പമെന്ന് വെച്ചാൽ റീഡ്രോ നിങ്ങളുടെ ലോൺ കുറയ്ക്കാൻ സഹായിക്കും, ശരിയാണ്. പക്ഷേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പണം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നവർ ചോദിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു റീഡ്രോ ഫെസിലിറ്റി, അതിലെ പണം എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള അവസരം ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം ഏത് പർപ്പസിനാണ് നിങ്ങൾ ലോൺ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ആദ്യമേ ഒരു വ്യക്തത നിങ്ങൾക്ക് വേണം. എന്നിട്ടാണ് റൈറ്റ് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാവുള്ളൂ. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിലെ പ്ലാനെങ്കിൽ എപ്പോഴും ഒരു റീഡ്രോ ഫെസിലിറ്റി ഒഴിവാക്കിക്കൊണ്ട് ഒരു ഓഫ്സെറ്റ് ഫെസിലിറ്റിയാണ് എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.